ഇന്നൊരു മധുരം കൊണ്ടൊരു തുറക്കായാലോ? നമ്മുടെ മലബാറിന്റെ സ്വന്തം കായ്പോള. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. അപ്പൊ നമുക്ക് ഈ കായ്പോള ഉണ്ടാക്കിയാലോ? ഒരു പോട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൻ്റെ ഉള്ളിൽ 30 ഗ്രാം കശുവണ്ടി, അത് ഗോൾഡൻ കളറിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ ഓയിൽ കളഞ്ഞാണ്ട് മാറ്റി വയ്ക്കാം. അതേ നെയ്യിലേക്ക് ഒരു 30 ഗ്രാം നമ്മുടെ മുന്തിരിങ്ങ, അതും ഇതേപോലെ ഗോൾഡൻ കളറിൽ നല്ല അങ്ങനെ വീർത്ത് വരും. ആയി കഴിഞ്ഞാൽ അതിന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏത്തക്കായ, ഒരു 1/2 കിലോ. അതിനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതേ നെയ്യിലേക്ക് തന്നെ ഇട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്ത് അതിനെ ഒരു ബോളിലേക്കും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ മിക്സിയുടെ ഒരു ബ്ലെൻഡറിലേക്ക് 3 മുട്ട അങ്ങോട്ട് കൊത്തി ഒഴിച്ചേക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ, ഒരു നുള്ളു ഉപ്പ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് പാല്. ഇതെല്ലാം കൂടി ആ ബ്ലെൻഡറിലിട്ട് ആ പഞ്ചസാര അലിയന് വരെ നന്നായിട്ട് അടിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പഴത്തിൻ്റെ മുകളിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. പകുതി മുന്തിരിയും പകുതി കശുവണ്ടിയും നമ്മൾ വറുത്ത് വെച്ചത് അത് അതിൻ്റെ മുകളിലേക്കാണ്ട് ഇടാം. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ആ നന്നായിട്ട് അങ്ങോട്ട് ബ്രഷ് ചെയ്യുക പാൻ. ആ മിക്സ് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കശുവണ്ടി മുന്തിരിയും അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെതറി കൊടുക്കാം. ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കാം. നമ്മൾ നേരത്തെ വെച്ച ആ മിക്സ് ഒരു ലിഡ് വെച്ച് അടച്ച് ആ നമ്മൾ ചൂടാക്കിയ കാസ്റ്റ് അയൺ സ്കില്ലറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 20 to 25 മിനിറ്റ് വരെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. ഇതേപോലെ കിട്ടും. ഇത് ഓൾറെഡി കുക്കായി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒരു 30 സെക്കൻഡ് കൊണ്ട് കുക്ക് ചെയ്തേക്കാം. അതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി ഇത് കിട്ടാനെനിക്ക് നല്ല സോഫ്റ്റായ സാധനം ഇതേപോലെ തന്നെ കിട്ടും കായ്പോള. ഇനി തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കുക്കിംഗ് സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പം നമ്മുടെ കായപ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആസ്വദിച്ച് നിന്നേക്കാം. ചോളൂ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, നടക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.